ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ ഞാൻ നിനക്ക് പ്രത്യക്ഷനായ ആ സ്ഥലത്ത് ഒരു യാഗപീഠം പണിയുക, അവിടെയാകുന്നു നീ പാർക്കേണ്ടത് എന്ന് ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഒരു പ്രഭാതം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ കഥയെല്ലാം നമുക്കറിയാം നന്നായിട്ട്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പേരില്ലാത്ത ഒരു സ്ഥലത്ത് താൻ കിടന്നുറങ്ങി. ലൂസ് എന്ന് നേരത്തെ പേര് കേട്ടതായ ഒരു പട്ടണത്തിൻ്റെ ഓരത്തെവിടെയോ ആ പട്ടണ പരിധിയിലുള്ളതായ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന് പ്രത്യേക പേരൊന്നുമില്ല, ഒരു സ്ഥലം, അവിടെ വെച്ച് ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടെന്നും ഒരു കോവേണിയിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ യാക്കോബിന് അപ്പോഴാണ് മനസ്സിലായത്, ഇത് ദൈവം വസിക്കുന്ന സ്ഥലം. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദൈവവും അവനുമായിട്ട് ചില കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് നമുക്കറിയാം. സ്വപ്നത്തിൽ കൂടെ ദൈവം യാക്കോബിനോട് യാക്കോബ് ചോദിക്കാതെ തന്നെ പല വാഗ്ദത്തങ്ങളും യാക്കോബിന് കൊടുത്തു. അതിനുശേഷം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കും. അതൊരു വലിയ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പക്ഷെങ്കിൽ അതിനെക്കുറിച്ചൊന്നും യാക്കോബിന് നല്ലതായി ദൈവം പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരുമെങ്കിൽ എന്നാണ് യാക്കോബ് പറയുന്നത്. ദൈവമോ അവനോട് അരുളി ചെയ്തത്, നീ കിടന്ന സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. അത് വളരെയധികം ദൂരത്തിലാണ് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്. അപ്പൻ കനാനിൽ പാർക്കുന്നു, എന്നാൽ ദൈവം അവന് കൊടുക്കാമെന്ന് പറഞ്ഞതായ സ്ഥലം ബേഥേലിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ യാക്കോബിൻ്റെ മനസ്സിൽ ബേഥേൽ എന്ന് പറയുന്നതായ ഒരു സ്ഥലം, ദൈവത്തിൻ്റെ സ്ഥലം, ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാസസ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ചുള്ളതായ ഒരു ധാരണ യാക്കോബിൽ നിന്നും നഷ്ടപ്പെട്ടു. യാക്കോബ് വീണ്ടും തൻ്റെ ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു. അപ്പൻ്റെ ദേശമായ ഖനാനിൽ കുടിപാർക്കുമ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുന്നത്, ഇന്ന് വായിച്ചതായ വേദഭാഗം, യാക്കോബേ, നീ കനാനിൽ പാർക്കേണ്ടവനല്ല, ബേഥേലിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, അവിടെ നീ ദൈവത്തിനൊരു യാഗപീഠം പണിയുക. എന്തിനാണ് അവിടെ യാഗപീഠം പണിയുക എന്ന് ദൈവം യാക്കോബിനോട് അരുളിച്ചതെന്ന് അറിയാമോ? അവിടെ വെച്ച് യാക്കോബ് ചില കാര്യങ്ങൾ ദൈവത്തോട് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അവനോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളൊക്കെയും നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എല്ലാം ഒരു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമെല്ലാം വലിയൊരു ഭൂനിയമം വന്നു. എന്താണെന്നറിയാമോ? ഉദ്യോഗസ്ഥന്മാർ വന്ന് വീടുകളും ചുറ്റുപാടുകളുമെല്ലാം അളന്ന് കണ്ടുപിടിച്ച് ടാക്സ് അടയ്ക്കാത്തവർ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ശരിയായിട്ട് അതിൻ്റെ വിസ്തൃതികൾ അനുസരിച്ച് ചെയ്യാത്തവരെ എല്ലാം പിടികൂടി. അവരെയെല്ലാം വീട്ടു നമ്പറിന് പ്രശ്നമായി നോട്ടീസ് കൊടുത്തു. എന്താണ് നോട്ടീസ് കൊടുത്തത്? ക്രമവൽക്കരിക്കുക, വീടും സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെയും ഇത്ര ദിവസത്തിനകം ക്രമവൽക്കരിക്കണം. എനിക്കും കിട്ടി അങ്ങനെ ഒരു നോട്ടീസ്. ഞാൻ പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്ന് റവന്യൂ ഓഫീസറെ കണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ, ഈ ക്രമവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പദ്ധതി ചെയ്യുവാൻ, ഒരു വീട് പണിയുവാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഇത്ര വർഷത്തിന് മുമ്പ് നിങ്ങൾ സർക്കാരിൽ സമർപ്പിച്ചില്ലേ? അത് പണിഞ്ഞുകൊള്ളുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് അനുവാദം തന്നു.
അത് പണിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ പാർക്കുന്നു. എന്നാൽ പണിഞ്ഞു കഴിഞ്ഞിട്ട് നിയമപ്രകാരം പറഞ്ഞതുപോലെ മാത്രം ചെയ്തു, എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കംപ്ലീഷൻ നോട്ടീസ് കൊണ്ടുവന്ന് സർക്കാരിൽ സമർപ്പിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ വീട് അളന്ന് നിങ്ങൾക്ക് വേണ്ടതായ ടാക്സ് നിശ്ചയിക്കുന്നത്. അങ്ങനെയാണ് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത്. കംപ്ലീഷൻ നോട്ടീസ്, പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു, അധികമോ കുറവോ ചെയ്തില്ല, പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം യാക്കോബിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് പറഞ്ഞതൊക്കെയും നിവർത്തിച്ചുവോ ഇല്ലയോ എന്ന് നീ കുഴിച്ചിട്ട കല്ലിനെ തൊട്ട് നീ സത്യം ചെയ്യണം. ബേഥേലിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബേഥേലിലേക്ക് കൊണ്ടുവരിക, വിളിക്കുക. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്, നീ പാർക്കുന്ന ദേശം, നീ പാർക്കുന്ന വീട്, നീ ഒരു ദിവസം ഒരു രാത്രി അല്പസമയം ബേഥേലിലേക്കൊന്ന് വരിക. ദൈവവും നീയുമായിട്ട് ചില കോൺവെർസേഷൻ, ചില എഗ്രിമെൻ്റ് ചെയ്തു. കർത്താവേ, നീ എന്നോടുകൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷണവും വസ്ത്രവും ശത്രുക്കളിൽ നിന്നുള്ളതായ വിടുതലും ഒക്കെ തന്ന് എന്നെ ആയുസ്സോടെ എന്നെ മടക്കി വരുത്തണമെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞില്ലേ? ദൈവം അങ്ങനെ തന്നെ ചെയ്തു എന്ന്. പ്രൈസ് ദി ലോർഡ്. നീ അവിടെ നാട്ടിയിട്ടുള്ളതായ ഒരു കല്ലുണ്ട്. ആ കല്ലിന്മേൽ നീ എണ്ണയൊഴിച്ചു, ആ കല്ലിന്മേൽ നീ അഭിഷേകം ചെയ്തു. ഇപ്പോൾ ആ കല്ല് അനാഥമായി കിടക്കുകയാണ്. ആ കല്ല് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? ആ സ്ഥലത്ത് നിന്ന്. അങ്ങനെയാണ് 28-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു, ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു. ദൂരെ നിന്നെങ്ങും കൊണ്ടുവന്നതല്ല, ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു കല്ല് നീ എടുത്തു. ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു കല്ല് നീ എടുത്ത് അതവിടെ നാട്ടി. നിന്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയൊഴിച്ച് അതിന്മേൽ അഭിഷേകം ചെയ്തു. ദൈവത്തോട് പറഞ്ഞു, നീ നിന്നതൊക്കെ ചെയ്യുമെങ്കിൽ ഈ കല്ല് നാട്ടിയിരിക്കുന്ന സ്ഥലം നിനക്ക് വാസസ്ഥലം, യാഗപീഠമാകും. ആ യാഗപീഠം എവിടെ? ആ കല്ലെവിടെ? നീ ഇപ്പോൾ കനാലിൽ നിന്റെ അവകാശങ്ങളുമൊക്കെ പേറി കുടുംബമായി സുഖമായി പാർക്കുകയല്ലേ? ദൈവം നിന്നെ വിളിക്കുകയാണ്, കമാൺ, ബേഥേലിലേക്കൊന്ന് വരിക. അവിടെ വന്നതിന് ശേഷം ആ കല്ലിന്മേൽ നിന്റെ കൈ തൊട്ട് നീ ഒരു കാര്യം ദൈവത്തോട് പറയണം. എന്നോട് പറഞ്ഞതൊക്കെയും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തലമുറകൾക്കും ദൈവമേ നീ ചെയ്തു. നീട്ട പേര് അവിടെ കിടക്കുകയാണ്. ദൈവം വാസം ചെയ്യുവാൻ പോകുന്നതായ സ്ഥലത്തെക്കുറിച്ച് ദൈവം നിനക്ക് വെളിപ്പെടുത്തി. ദൈവം നിനക്ക് നിന്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ രൂപാന്തരപ്പെടുത്തിയതിനു ശേഷം നിന്റെ നാവിൽ ഒരു പേര് തന്നു. ദൈവത്തിൻ്റെ വാസസ്ഥലത്തെക്കുറിച്ച് നിനക്കൊരു പേര് തന്നു. ആ പേര് നീ ഉച്ചരിച്ചു. അതാണ് ബേഥേൽ. മറ്റ് ജാതികളാൽ വിളിക്കപ്പെട്ട പേരല്ല. നമുക്കറിയാം, തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദ് പിടിച്ചെടുത്തതായ, രാജാക്കന്മാർ പിടിച്ചതായ അനേക സ്ഥലങ്ങളെക്കുറിച്ച് ഒരുപാട് പേരുകളൊക്കെ ദൈവത്തിന് നിവേദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇതോ ദൈവം ഒരു സ്ഥലം എടുത്തതിന് ശേഷം, പേരില്ലാത്ത ഒരു സ്ഥലം എടുത്തതിന് ശേഷം യാക്കോബിനെ കൊണ്ട് അതിന് പേർ വിളിപ്പിച്ചു. ബേഥേൽ, ദൈവത്തിൻ്റെ ഭവനം. ആ ഭവനം ദൈവം തൻ്റെ വാസസ്ഥലമാക്കി ഉറപ്പിച്ചിട്ട് യാക്കോബിനോട് പറയുകയാണ്, നീ കനാനിൽ നിന്ന് ബേഥേലിലേക്ക് വരിക. മറ്റുള്ളവർ പണിഞ്ഞതായ, മറ്റുള്ളവർ ഇട്ടതായ പേരിനാൽ അറിയപ്പെടുന്ന പട്ടണം എനിക്ക് വേണ്ട. ഞാനൊരു പേരിട്ട് നിന്നെ കൊണ്ട് വിളിപ്പിച്ച ഒരു പട്ടണം, ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ അനാഥമായി കിടക്കുകയാണ്. കടന്നു വരിക ബേഥേലിലേക്ക്. ദൈവത്തിൻ്റെ ആത്മാവിയെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്ന് നമ്മെ വിളിക്കുകയാണ്. എന്താണെന്നറിയാം? ബേഥേലിലേക്ക് വരണം. എന്തിനാ ബേഥേലിലേക്ക് വരുന്നത്? വെറും യാഗപീഠം പണിത് പുതിയ ആധുനികമായ യാഗപീഠം പണിയുവാനാണോ? അല്ല. ആ കല്ലിന്മേൽ നീ ഒഴിച്ച എണ്ണ ഉണങ്ങാതെ അവിടെ കിടക്കുക, നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇത് കേട്ടപ്പോൾ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, കം ഓൺ, ലെറ്റ് us go to ബേഥേൽ. നമുക്ക് ബേഥേലിലേക്ക് പോകാം. അവിടെ വെച്ചെൻ്റെ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ കഷ്ടകാലത്ത് എന്നെ സഹായിച്ചു. യാക്കോബിൽ നിന്ന് പഴയ ഒരു സാക്ഷി കുടുംബത്തോട് സംസാരിക്കുവാൻ. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ,
നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ദൈവം നിന്നെ നടത്തിയതായ വിടുതത്തെക്കുറിച്ച്, നിന്റെ കഷ്ടത്തിൽ ദൈവം നിനക്ക് തന്നതായ നന്മകളെക്കുറിച്ച്, നിനക്ക് അവൻ തന്ന ആഹാരത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, ശത്രുക്കളിൽ നിന്നുള്ളതായ വിടുതലിനെക്കുറിച്ച്, സകലത്തെയും കുറിച്ച് നിന്റെ കുടുംബത്തോട് നീ സംസാരിക്കണം. 35-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എങ്ങനെയാണ്? 3, 4, 5 വാക്യം നമുക്ക് വായിച്ച് നോക്കുമ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോട് പറയാണ്, ഞാൻ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഓടിപ്പോയി ഒരു കാലമുണ്ടായിരുന്നു. അതുവരെയും കുടുംബത്തോട് ഈ കാര്യങ്ങളൊന്നും യാക്കോബ് അങ്ങോട്ട് പറയുന്നില്ല. ചിലർക്ക് അങ്ങനെയാണ്, കുടുംബത്തോട് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ നാണം കേടാ. നീ പട്ടിണി കിടന്ന കാര്യത്തെക്കുറിച്ച്, വസ്ത്രമില്ലാതെ നടന്നതിനെക്കുറിച്ച്, അഴന്ന് ഓടിയതിനെക്കുറിച്ച്, എരുന്നതിനെക്കുറിച്ച്, യാതനയുടെ സ്ഥലത്തായിരുന്നതിനെക്കുറിച്ച് നിന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറയാൻ നിനക്ക് ലജ്ജയാണല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നു, അവരോട് പറ, അവരെ വിളിച്ചുകൊണ്ട് വരിക. നിന്നിൽ നിന്നൊരു സാക്ഷ്യമുണ്ടാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ. നീ സാധാരണക്കാരനല്ല. ഒരു ദിവസം പെട്ടെന്ന് ആകാശത്ത് നിന്ന് എല്ലാം കിളിച്ചിറങ്ങി നിന്റെ കയ്യിൽ വന്നതല്ല എന്ന് അവരും കൂടെ ഒന്ന് അറിയണം. ദൈവമാണ് നിന്നെ നടത്തിയത്. ദൈവം നിന്നോട് പറഞ്ഞതായ ഒരു വാക്ക് ശക്തിയോടെ കിടക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിവർത്തിച്ചു കർത്താവേ എന്ന് നീ ബേഥേലിൽ വന്ന കല്ലിനെ തൊട്ട് പറയണം. ആ കല്ലാരാണ്? ക്രിസ്തു. ആ പാറ ക്രിസ്തു ആയിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ കണ്ടവൻ. ആ കല്ല് നിന്നെ കണ്ടു. നീ ഒഴിച്ച എണ്ണ അതിന്മേൽ ഉണങ്ങാതെ നിൽക്കുകയാണ്. നിന്റെ വരവിനെ കാത്ത്, നിന്റെ ആഗമനത്തെ കാത്ത് ആ കല്ല് അവിടെ കാത്തിരിക്കുകയാണ്. നിന്റെ വാക്കിൽ, നിന്റെ നാവിൽ നിന്ന് ഒരു വാക്കുരിയണം. എന്താണ് ആ വാക്ക്? നീ പറഞ്ഞതുപോലെ ചെയ്തു കർത്താവേ. നീ പറഞ്ഞതുപോലെ ചെയ്തു. ഒന്നും കുറവ് വന്നില്ല. നീ ഒരു ക്രമവൽക്കരണം നിന്റെ ജീവിതത്തിൽ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ക്രമവൽക്കരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു സർക്കാർ, ഒരു ഏകീകമായ രാജ്യത്ത് നാം ജീവിക്കുന്നതായ ലോകത്ത് അങ്ങനെ ഒരു പ്രമാണവും അങ്ങനെ ഒരു നിയമവും ഉണ്ടെങ്കിൽ, സ്വർഗീയനായ ദൈവം നിന്നെ നടത്തുന്ന ആ നടത്തിപ്പിൽ എത്രയധികം നിയമങ്ങളുണ്ട്. ദൈവം നിന്നോട് എത്രയധികമായി ചില ക്രമവൽക്കരണം ആവശ്യപ്പെടും. അവിടെ അക്ഷരികമായ ഒരു ക്രമവൽക്കരണമാണെങ്കിൽ, ഇവിടെ ഇതാ ആത്മീകമായ ഒരു ക്രമവൽക്കരണം. നീ ഒന്നും ദൈവത്തിന് കൊടുക്കണ്ട. ബേഥേലിൽ ചെന്ന കല്ലിന്മേൽ തൊട്ട്, കർത്താവേ നീ പറഞ്ഞതുപോലെ നീ ചെയ്തു. സ്തോത്രം. നീ എനിക്ക് വിടുതൽ തരാമെന്ന് പറഞ്ഞു വിടുതൽ തന്നു. നീ എനിക്ക് സൗഖ്യം തരാമെന്ന് പറഞ്ഞു സൗഖ്യം തന്നു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടിവിക്കാമെന്ന് പറഞ്ഞു നീ അങ്ങനെ ചെയ്തു കർത്താവേ എന്ന് നീ സമ്മതിക്കുന്നതായ ഒരു വേള കാത്തും കൊണ്ട് സ്വർഗം കാത്തിരിക്കുകയാണ്. ബേഥേൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ബേഥേൽ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ബേഥേൽ നിന്നെ വിളിക്കുന്നു, വരിക, എന്നെ തൊട്ട് സത്യം ചെയ്യൂ, ഈ ദേശത്ത് നീ പാർക്കുക. സമ്പന്നമായ ഒരു ദേശത്തല്ല, ബേഥേലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുമ്പോൾ അവിടെ സകലതും ദൈവം തരുന്നത് മാത്രമേ കാണുകയുള്ളൂ. ദൈവം തരുന്നത് മാത്രമേ, ചെയ്യുന്നത് മാത്രം, പറയുന്നത് മാത്രമേ നിനക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എത്ര മനോഹരമായ സ്ഥലം, എത്ര മനോഹരമായ പാർപ്പിടം. അവിടെയാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. ചർച്ചക്കാരും മറ്റു ബന്ധുക്കളും മറ്റു വേണ്ടപ്പെട്ടവരും ആരും അവിടെ കാണുകയില്ല. ചുറ്റുപാടും ദൂതന്മാർ കയറിയിറങ്ങുന്നതായ ഒരു സ്ഥലം. അവിടെ നീ രാത്രിയുടെ യാമങ്ങളിൽ നീ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിനക്കൊരു കാഴ്ച കാണുവാൻ കഴിയും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതായ ഒരു കാഴ്ച. വാസ്തവമായി അവിടെ ദൈവമുണ്ട്. വാസ്തവമായി അവിടെ ദൈവം സംസാരിക്കും. ഈ പ്രഭാതയാമത്തിൽ നിന്നെ ബേഥേലിലേക്ക് ദൈവം വിളിച്ചുകൊണ്ട് തിരുവചനത്തെ നിന്റെ ഹൃദയത്തിൽ ദൈവം നിന്നെ ധരിപ്പിക്കുകയാണ്. ആ വലിയൊരു ക്രമവൽക്കരണം നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ, കർത്താവേ നീ പറഞ്ഞതുപോലെ എല്ലാം നീ ചെയ്തു, ഒന്നും കുറവ് വരുത്തിയില്ല എന്ന് ദൈവത്തോട് സമ്മതിക്കുവാൻ ഈ പ്രഭാതം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും നിന്റെ ചർച്ചക്കാരെയും ഒക്കെ അതിനായി വഴക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നിന്നെ തേടി വരും. ഗോഡ് ബ്ലെസ് യു.